Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു 2 പീസ് അലൈൻ കുർത്തിയാണ്. ഒരു അടിപൊളി 2 പീസ് അലൈൻ കുർത്തി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2.5 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്, ഈ ഒരു ഡിസൈനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്കേർട്ട് പാർട്ടും ടോപ്പ് പാർട്ടും വെവ്വേറെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, എന്നിട്ടാണ് നമ്മൾ സ്കേർട്ടിന്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 16 ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വേണ്ടത്. അപ്പം അതിന്റെ കൂടെ ഒരു 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 17 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് 7.5 ഇഞ്ച് ഷോൾഡറിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്റെ ചെസ്റ്റ് 9.5 ഇഞ്ചാണ് വരുന്നത്. പിന്നെ സെയിം എലവൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് മസ്റ്റ് ആയിട്ടും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആം ഹോള് ഒന്ന് വരഞ്ഞു കൊടുക്കാം. പിന്നെ എൻ്റെ വേസ്റ്റ് വരുന്നത് 8.5 ഇഞ്ചാണ്. എന്നിട്ട് സിമലൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് സ്കേർട്ടിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. അപ്പൊ അതിൽ നിന്നും 16 ഇഞ്ച് കുറക്കുക. 17 അല്ല 16 ഇഞ്ച് കുറക്കുക. അപ്പൊ കിട്ടുന്നത് 29 ആണ്. അപ്പൊ 29 ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടിന്റെ ഭാഗം അളന്നെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 30.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെയും ഒരു ലൈന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗം ഇതിന്റെ മേലത്തെ ആ ഒരു പോർഷനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം താഴേക്ക് നമുക്കൊരു ലൈന് വരഞ്ഞു കൊടുക്കാം. നന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനല്ല, കുറച്ച് നമ്മളുടെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുള്ളൂ.
സ്ട്രെയിറ്റ് ആയിട്ട് വരയണ്ട, കാരണം ഇത് 2 പീസ് ആണല്ലോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പീസസിനും ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 2.75 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിന്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യുക 1.5 ഇഞ്ച്. അപ്പൊ ഞാനിവിടെ 1.5 ഇഞ്ച് എടുക്കുന്നത് ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഓൾറെഡി ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ബാക്ക് നെക്കും അതുപോലെ തന്നെ ബാക്കിന്റെ പീസും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്ക് വേറെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ മേലെ തന്നെ വെച്ചു കൊടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ചെയ്ത നെക്കിന്റെ ഡിസൈൻ ആണിത്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വേണ്ടുന്നവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു അടിപൊളി ഡിസൈൻ ആണിത്, ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണിത്. അപ്പൊ ഇനി നമുക്ക് ഷോൾഡർ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഷോൾഡർ ഡ്രോപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിന്റെ ആം ഹോൾ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ഫ്രണ്ട് നെക്കും ഇപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫേസ് ടു ഫേസ് വെക്കുക, ഫ്രണ്ടും ബാക്കും. എന്നിട്ട് ബാക്കിലത്തെ ആ ഒരു പീസ് ഫ്രണ്ടിലത്തെ പീസുമായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിലത്തെ ലൈനിങ് ഇതുമായിട്ട് പിൻ ചെയ്യുന്നില്ല, വെറും മെയിൻ പീസ് മാത്രമേ പിൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ബാക്കിലത്തെ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് ഇങ്ങനെ മേലത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അതായത് നമ്മളുടെ ഫ്രണ്ടിലത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതിന്റെ ഉള്ളിലായിട്ട് വരും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീം അലവൻസ് കാണില്ല. ഓക്കെ, ഇനി നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈവെക്കലാണ്. അപ്പൊ കൈ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ്, ഒരു ദോരിയൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഓപ്പൺ ഡിസൈൻ ആണിത്. അപ്പൊ ഈ ഒരു വീഡിയോ വേണ്ടവര് അതും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുക. അതല്ല നോർമൽ ആയിട്ടുള്ള സ്ലീവ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സാധാരണ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ അറ്റ അടിച്ചിട്ട് ഈ ഒരു കുർത്തിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു ഡിസൈൻ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ആം ഹോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്കേർട്ടിന്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസും ലൈനിങ് കൂടിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിന്റെ എൻഡിൽ നമ്മൾ ലോക്കാണ് എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക്കിന്റെ ലോക്ക് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ മേലത്തെ ഭാഗമായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം സെന്റർ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു സെന്റർ പോയിന്റ് വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ലെവലാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സൈഡും നമുക്ക് കൂട്ടി അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളുടെ ഈ ഒരു വേസ്റ്റിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തു നിന്നും 2 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടിട്ട് ആടെ നിർത്തുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് മാത്രമാണ്. അപ്പോൾ ലൈനിങ് മാത്രം എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ പീസ് ഉണ്ടല്ലോ, ഈ മെയിൻ പീസ് ഒന്നിങ്ങനെ ചരിച്ചു കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മേലെ ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതങ്ങ് ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു പീസ് 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് അടിയിലത്തെ പീസ് സ്റ്റിച്ച് ചെയ്ത് പോവാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവർക്കാണെങ്കിൽ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെങ്കിൽ ഇതാണ് കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ലുക്ക് തരുന്നത്. നമുക്ക് നമ്മളെ ആ ഒരു മെയിൻ പീസ് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു നമ്മൾ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്നും കുറച്ച് മേലെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സൈഡിലത്തെ ആ ഒരു താഴത്തെ ഭാഗം, ആ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒന്ന് കേർവ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കുർത്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുർത്തിയാണ്. ഇതിന്റെ സ്ലീവും അതുപോലെ തന്നെ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു പീസിന്റെ ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ആ ഒരു ലൈൻസുള്ള പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു എന്താ പറയാ ഒരു ഡിസൈൻ പോലെ ആക്കിയിട്ട് ഇത് മേലത്തെ ഭാഗം ഈ കുത്തനെയും അതുപോലെ തന്നെ താഴത്തെ ഭാഗം വിലങ്ങിനെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ചുകൂടി ഭംഗി തരും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പീസ് ഇങ്ങനത്തെ പീസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ അവര് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.